ലബനിലെ പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ മധ്യേഷ്യയിൽ സ്ഥിതി കലുഷിതമായി. ലബന്റെയും സിറിയയുടെയും അതിർത്തി മേഖലകളിൽ നടന്ന തുടർ ആക്രമണങ്ങളും കൂടിയായപ്പോൾ 2 ദിവസത്തിനിടെ 37 പേർ കൊല്ലപ്പെടുകയും 3500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രയേലും ഇറാന്റെയും പിന്തുണയുള്ള ലബനീസ് സായുധ സേനയും 2 പക്ഷത്തായി നിൽക്കുമ്പോൾ ഇരു കൂട്ടരുടെയും സുഹൃത്തായ ഇന്ത്യക്ക് ആശങ്കകൾ ഏറെയാണ്. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ നയപരമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോവുകയായിരുന്നു ഇന്ത്യ. എന്നാൽ ഇസ്രായേലും ഇറാന്റെ പിന്തുണയുമുള്ള ഹിസ്ബുള്ളയുമായി സംഘർഷം ശക്തമാക്കുന്നത് ഇന്ത്യക്ക് ഗുണകരമല്ല. ഈ മേഖലയിലെ വിവിധ രാജ്യങ്ങളിലായി ഇന്ത്യയിൽ നിന്നുള്ള 90 ലക്ഷത്തോളം പേർ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലേക്ക് എത്തുന്ന വിദേശ നാണ്യത്തിന്റെ വലിയ ഭാഗവും ഇവരിൽ നിന്നാണ്. ഇന്ത്യയുടെ മറ്റൊരു പ്രധാന ആശങ്ക രാജ്യത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ്. മധ്യേഷ്യയിൽ നിന്നാണ് രാജ്യത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ സിംഹഭാഗവും എത്തുന്നത്. ഇവിടെ കലുഷിത സാഹചര്യം ഉണ്ടായാൽ ക്രൂഡ് വിതരണത്തെയും ലഭ്യതയെയും അത് സാരമായി ബാധിക്കും. അത് ഇന്ത്യയിലെ ഊർജ്ജ ഉൽപാദനത്തെ അടക്കം അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. ഇതിനെല്ലാം പുറമെയാണ് 2012-ലുണ്ടായ ദുരനുഭവം. ഇസ്രയേലി നയതന്ത്ര വിദഗ്ധന്റെ ഭാര്യ ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ടതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. മധ്യേഷ്യയിൽ സംഘർഷം കനക്കുന്നതിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നബിദിന പ്രസംഗത്തിന്റെ ചൂടാറും മുൻപുണ്ടായ പേജർ ആക്രമണങ്ങളും തുടർന്നുണ്ടായ സംഭവങ്ങളും ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാനെയും ഇസ്രയേലിനെയും നോവിക്കാതെ പ്രീതിപ്പെടുത്തിയുള്ള നിലപാട് സ്വീകരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും മോദി സർക്കാരിനും മുന്നിലെ ഇപ്പോഴത്തെ ഒരു വലിയ വെല്ലുവിളി. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.